പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിവരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന. ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വികസന സമിതി കൺവീനറും തഹസിൽദാറുമായ കെ കിഷോറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വകുപ്പുതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പോലീസ് സ്റ്റേഷനിലും പരിസരത്ത് പാർക്ക് ചെയ്ത് പിടിച്ചെടുത്ത വാഹനങ്ങൾ മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ചാവക്കാട് SHO വി വിമൽ അറിയിച്ചു. താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്ന് മുതുവട്ടൂർ വരെയുള്ള റോഡുകളുടെ വശങ്ങൾ അപകടകരമായ അവസ്ഥയിലാണെന്ന പരാതി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. പാവറട്ടി ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതിയുടെ മനപ്പടി ഭാഗത്തെ പൈപ്പ് ലൈനുകൾ പൊട്ടിയതിനാൽ കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം നേരിടുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കോഴിത്തോടിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിനു മുൻപ് ആരംഭിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാവറട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ തീരദേശവാസികൾ നേരിടുന്ന ശുദ്ധജലക്ഷാമം ഉടൻ പരിഹരിക്കണമെന്ന് CT ബാബു ആവശ്യപ്പെട്ടു. ഈ സ്ഥലത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി മിക്ക പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും പണി ഉടൻ പൂർത്തീകരിക്കുമെന്നും നാട്ടിക പ്രൊജക്ട് ഡിവിഷൻ അറിയിച്ചു. ചാവക്കാട് കാഞ്ഞാണി റോഡിലെ ടാറിംഗ് തകരാറുകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാവറട്ടി വില്ലേജ് ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് വികസന സമിതി കൺവീനറും തഹസിൽദാറുമായ കെ കിഷോർ യോഗത്തെ അറിയിച്ചു. പ്രസിഡന്റ് പരോക്ഷമായിട്ട് അവിടെ സൂചിപ്പിച്ചു. അവിടെ കഴിഞ്ഞ 2018 പ്രളയം വന്നപ്പോൾ അവിടെ കെറി അവിടെ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് 1,67,003 m³ ചളിയാണ് അവിടെ കിടക്കുന്നത്. അവിടെ സാധാരണ ഒരു പഞ്ചായത്തിന് മാത്രം ചളി നീക്കാൻ നടക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് അഡീഷണൽ ഇറിഗേഷൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നന്നായി പറയാൻ പറ്റും. അഡീഷണൽ ഇറിഗേഷൻ അന്ന് 4,13,00,000 രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടുത്തെ പ്രവർത്തകരും എല്ലാവരും ഇതിൽ ഇടപെടുകയാണ്. നിലവിൽ ആ പ്രോജക്റ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്ന് അറിയേണ്ടതുണ്ട്. നിലവിൽ അവർ അന്ന് അഡീഷണൽ ഇറിഗേഷൻ പറഞ്ഞത് ഫോറസ്റ്റിൻ്റെ പ്രശ്നമാണ്, അന്ന് നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് അത് നടക്കുന്നില്ല. ഏകദേശം നല്ലൊരു തുക അവിടെ ഫീസ് അടയ്ക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോഴൊക്കെ പറയുന്നത് ഫോറസ്റ്റ് പറഞ്ഞു ഇതിൽ യാതൊരു തരത്തിലുള്ള ഫോറസ്റ്റിൻ്റെ ഇടപെടലുമില്ല, ഇത് അതിൻ്റെ അനുകൂലമായിട്ട് കാര്യങ്ങൾ നീക്കാണ്. എന്ത് സംഭവിച്ചു ആ പ്രോജക്റ്റ് എന്നുള്ളത് എസ്പെഷ്യലി പാവറട്ടി പഞ്ചായത്തിലെങ്കിലും അത് അറിയണം. അത് ആ 2 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അവിടെ